മുതിർന്ന നേതാക്കളെ മാറ്റി നിർത്തി പാർട്ടി ചെയർമാൻ പി.ജെ. ജോസഫിന്റെ മകൻ അബു ജോൺ ജോസഫിനെ നിർണായക ചുമതലയിലേക്ക് കൊണ്ടുവന്നതിൽ കേരള കോൺഗ്രസ് ജോസഫിൽ അതൃപ്തി പുകയുകയാണ്. പദവികൾ കൊണ്ട് സമ്പന്നമായ പാർട്ടിയായിട്ടും മുതിർന്ന നേതാക്കളിൽ പലരും അർഹമായ സ്ഥാനങ്ങൾ ലഭിച്ചില്ല എന്നാണ് പരാതിയുള്ളത്. അടുത്തിടെ മാത്രം പാർട്ടിയിലെത്തിയ കേരള കോൺഗ്രസ് പശ്ചാത്തലമില്ലാത്ത ചിലരെ പ്രധാന ഭാരവാഹിത്വത്തിൽ കൊണ്ടുവന്നതിനെതിരെയും പാർട്ടിക്കുള്ളിൽ കടുത്ത എതിർപ്പുണ്ട്. NCP വിട്ട് അടുത്തിടെ പാർട്ടിയിലെത്തിയ വ്യവസായി റെജി ചെറിയാനെ വൈസ് ചെയർമാൻ ആക്കിയതിലാണ് അതൃപ്തിയുള്ളത്. പാർട്ടിയിൽ നിന്നും ജോണി നെല്ലൂർ വിട്ടുപോയപ്പോൾ ഡെപ്യൂട്ടി ചെയർമാൻ പോസ്റ്റ് ഒഴിവ് വന്നിരുന്നു. ഇതിനായി മുൻ MLA ആയ ജോസഫ് M. പുതുശ്ശേരി അടക്കമുള്ളയാളുകൾ കരുക്കൾ നീക്കുകയും ചെയ്തിരുന്നു. എന്നാൽ മുതിർന്ന അംഗങ്ങൾ തമ്മിൽ തർക്കം രൂക്ഷമായതോടെ സമവായം എന്ന നിലയിൽ പദവികൾ മുൻ മന്ത്രിയും മുതിർന്ന നേതാവുമായ TU കുരുവിളയെ P.J. ജോസഫ് നിയമിക്കുകയുമായിരുന്നു. കുരുവിളയുടെ പക്കലുണ്ടായ പാർട്ടി കോർഡിനേറ്റർ പദവിയാണ് അബു ജോസഫിന് ഇപ്പോൾ നൽകിയത്. പദവി കൊണ്ട് പാർട്ടിയിൽ ആറാമനാണ് അബു ജോസഫ് എങ്കിലും ഫലത്തിൽ P.J. ജോസഫിന്റെ പ്രതിനിധി എന്ന നിലയിൽ മോൻസ് ജോസഫിനൊപ്പമാണ് അബുവിന്റെയും സ്ഥാനം. മോൻസും അബുവുമായി ആലോചിച്ച് കാര്യങ്ങൾ നടത്താനാണ് നേതാക്കൾക്ക് ചെയർമാൻ P.J. ജോസഫ് നൽകിയിരിക്കുന്ന അനൌദ്യോഗിക നിർദ്ദേശമെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ഇതോടെ തന്നെ പാർട്ടിയിൽ അബു ശക്തനാവുകയും ചെയ്യും. അടുത്ത തവണ തൊടുപുഴയിൽ ജോസഫിന് പകരം അബു ജോസഫിനെ മത്സരിപ്പിക്കാനാണ് ആലോചനയുള്ളത്. ഇതിനു പുറമെ TC ചാണ്ടി, മാത്യു സ്റ്റീഫൻ, വിക്ടർ T. തോമസ്, സാജൻ ഫ്രാൻസിസ് എന്നിവർ പോയതോടെ ഒഴിവു വന്ന പോസ്റ്റുകളിലേക്കും നിയമനം നടന്നുവെങ്കിലും അപ്രതീക്ഷിത മുഖങ്ങൾ ഈ സ്ഥാനങ്ങളിൽ എത്തപ്പെടുകയായിരുന്നു. തെരഞ്ഞെടുപ്പ് ചിഹ്നം ലഭിക്കാൻ കേരള കോൺഗ്രസ് ജോസഫിൽ ചടുല നീക്കങ്ങൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. കോട്ടയത്ത് നിന്നും ഫ്രാൻസിസ് ജോർജ് പാർലമെന്റ് അംഗമായതോടെ ഇനി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പാർട്ടിയെ അംഗീകരിക്കുകയും ചെയ്യും. ഓട്ടോറിക്ഷ ചിഹ്നം പാർട്ടിക്ക് അനുവദിക്കാനുള്ള നടപടിക്രമങ്ങളുടെ ഭാഗമായാണ് പാർട്ടി ഭാരവാഹി പട്ടികയിൽ ഒഴിവുള്ള സ്ഥാനങ്ങൾ നികത്തിയത്. നിലവിൽ കേരള കോൺഗ്രസ് കൈവശം വച്ചിരിക്കുന്ന തിരുവല്ല സീറ്റിലേക്ക് വർഗീസ് മാമൻ, ജോസഫ് M. പുതുശ്ശേരി എന്നിവരാണ് രംഗത്തുള്ളത്. അതുകൊണ്ട് തന്നെ തനിക്ക് മുൻഗണന കിട്ടാനാണ് പുതുശ്ശേരി ഡെപ്യൂട്ടി ചെയർമാൻ സ്ഥാനത്തിന് ഉന്നമിട്ടത്. അദ്ദേഹത്തിനാണ് ജയസാധ്യത കൂടുതലെന്ന വിലയിരുത്തലിലാണ് പൊതുവെ പാർട്ടിക്കും UDF നേതൃത്വത്തിനുമുള്ളത്. എന്നാൽ ജോയി എബ്രഹാം അടക്കമുള്ള ചില നേതാക്കളുടെ താൽപര്യം പുതുശ്ശേരിക്ക് എതിരാണ് എന്നതും യാഥാർത്ഥ്യം തന്നെയാണ്. വിവിധ വിഷയങ്ങളിൽ നയരൂപീകരണം നടത്താൻ ഈ മാസം 13, 14 തീയതികളിൽ ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുണ്ട്. വനനിയമ ഭേദഗതി, ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ്, വഖഫ് ഭൂമി വിഷയം എന്നിവയിൽ പാർട്ടിയുടെ നയം ചർച്ച ചെയ്തുകൊണ്ട് തീരുമാനിക്കും. പോഷക സംഘടനാ ഭാരവാഹിത്വം ഒഴിഞ്ഞുകിടക്കുന്ന സ്ഥലങ്ങളിൽ പുതിയ ഭാരവാഹികളെ നിയമിക്കുകയും ചെയ്യും. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളുടെ ഭാഗമായി തന്നെ താഴെത്തട്ടിൽ നടപ്പാക്കേണ്ട പ്രചാരണ പ്രവർത്തനങ്ങൾക്കും ക്യാമ്പിൽ അന്തിമ രൂപം നൽകും. അബു ജോൺ ജോസഫ് വരുന്നതോടെ ജോസഫ് ഗ്രൂപ്പിലും മക്കൾ രാഷ്ട്രീയം ആവർത്തിക്കുകയാണ്. ഇത് ജോസഫ് ഗ്രൂപ്പിൽ പൊട്ടിത്തെറിയാകുമോ എന്നതാണ് മുൻപേ ഉയർന്നു വന്നിരുന്ന ഒരു ചോദ്യം. മോൻസ് ജോസഫാണ് നിലവിൽ പാർട്ടിയിലെ രണ്ടാമൻ. ഫ്രാൻസിസ് ജോർജ് മൂന്നാമനും. PC തോമസും ജോസഫിന്റെ ഭാഗം തന്നെയാണ്. ഇവർക്കൊപ്പമാണ് ജോസഫിന്റെ മകൻ പാർട്ടിയിൽ സജീവമാകുന്നത്. KM മാണിയുടെ മകൻ ജോസ് K. മാണി, TM ജേക്കബിന്റെ മകൻ അനൂപ് ജേക്കബ്, ബാലകൃഷ്ണപിള്ളയുടെ മകൻ ഗണേഷ് കുമാർ, PC ജോർജിന്റെ മകൻ ഷോൺ ജോർജ്, KM ജോർജിന്റെ മകൻ ഫ്രാൻസിസ് ജോർജ് എന്നിങ്ങനെ മക്കൾ രാഷ്ട്രീയത്തിന്റെ നിരവധി ഉദാഹരണങ്ങളാണ് കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഉള്ളത്. ഇതിലേക്കാണ് ഇപ്പോൾ അബുവും എത്തുന്നത്. P.J. ജോസഫ് ഇനി സജീവ രാഷ്ട്രീയത്തിൽ നിന്നും പിന്മാറുമെന്നും പകരക്കാരനായി അബു ജോൺ ജോസഫ് സ്ഥാനമേൽക്കുമെന്നുമാണ് വരുന്ന അഭ്യൂഹങ്ങളെല്ലാം തന്നെ. അതുകൊണ്ട് തന്നെ ഇനി വരാനിരിക്കുന്ന നിയമസഭയിലേക്കെല്ലാം തന്നെ അബുവിന്റെ പേരും പരിഗണിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും കേരള കോൺഗ്രസിനുള്ളിൽ അത് വലിയ തരത്തിലുള്ള വിഭാഗീയതയിലേക്ക് നീങ്ങാനുള്ള സാധ്യതയും ഏറെയാണ്.